നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഇൻ്റർവ്യൂവിൽ നമ്മൾ കാണുകയുണ്ടായി. സമ്പത്തിലേക്കുള്ള 5 സ്റ്റെപ്പുകൾ അല്ലെങ്കിൽ 5 സ്റ്റെയർ കേസസ്. ഈ ഒരു 5 സ്റ്റെയർ കേസസ് മനസ്സിലാവുന്നത് ആധുനിക യുഗത്തിലാണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് റിക്വസ്റ്റ് ചെയ്യുകയുണ്ടായി. ഈ ഒരു 5 സ്റ്റെയർ കേസസും ആധുനിക യുഗത്തിന് മനസ്സിലാവുന്നത് പോലെ തന്നെ ഈ ഒരു പുരാണ കാലങ്ങളിലുള്ള അല്ലെങ്കിൽ പുരാണ കാലങ്ങളിലുള്ളതുമായി ഒന്ന് ബന്ധിപ്പിക്കുകയാണെങ്കിൽ ഓൾഡ് ജനറേഷൻ എന്ന് വിളിക്കപ്പെടുന്നവർക്കും കുറച്ചും കൂടെ സിമ്പിളായിട്ട് മനസ്സിലാവില്ലേ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ ഇവയെക്കുറിച്ച് സംസാരിക്കാനായി ഇന്ന് നമ്മളുടെ കൂടെ ആ ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പേരുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ വെറുതെ പറയാറുണ്ട്, പക്ഷേ ഇതിൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാൻ സാധിക്കും. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ഇന്ന് വെളിച്ചം വീശിക്കൊണ്ട് ഒരു വരുമാന മാർഗം എന്നതിലുപരി അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി, ജസ്പീഡ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറും അതിനോടൊപ്പം തന്നെ ഇൻഡസ്ട്രീസ് ട്രേഡ് കമ്മീഷണറുമായിട്ടുള്ള ദ ഗ്രേറ്റ് ഡോക്ടർ നിഷാദ് അബൂബക്കർ സാറാണ്. സോ വളരെയധികം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നിഷാദ് സർ ഫോർ ദ പ്രോഗ്രാം. നമസ്കാരം. യെസ്, നമസ്കാരം സാർ. നമ്മൾ ഈ പറഞ്ഞതുപോലെ തന്നെ ആ 5 സ്റ്റെയർ കേസിനെ കുറിച്ച് സാറ് പറഞ്ഞിരുന്നു. നമുക്കത് മനസ്സിലാകുന്നുണ്ട്. അപ്പം ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, ചന്ദ്രഗുപ്ത മൗര്യനെ രാജാവും അവിടെ നിന്ന് ചക്രവർത്തിയുമാക്കിയ ഒരാളെ കുറിച്ച്, ചാണക്യൻ. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ സമ്പന്നനാകാൻ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ആ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതും ഈ ചാണക്യ തന്ത്രങ്ങളും തമ്മിലൊന്ന് കണക്റ്റഡ് ആണല്ലോ എന്നാണ്. ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ന്യൂജൻ തലമുറയ്ക്കും അതുപോലെ പഴയ തലമുറയ്ക്കും ഇത് മനസ്സിലാകുന്ന രീതിയിൽ ഇത് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് ഒന്ന് വിശദമായിട്ട് പറഞ്ഞു തന്നാൽ നന്നായിരുന്നു. ഈ സമ്പന്നനാവാനായിട്ട് പുരാതന കാലത്തും ആധുനിക കാലത്തും സ്റ്റെപ്പെല്ലാം സെയിം തന്നെയാണ്. പക്ഷെ അതിൽ കുറച്ച് ടെക്നോളജിയും കൂടെ ആഡ് ചെയ്തിട്ടുള്ളൂ നമ്മളിപ്പോൾ ഈ ആധുനിക കാലത്ത് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ജയശ്രീ പറഞ്ഞ പോലെ തന്നെ പണ്ട് ഈ ചാണക്യ തന്ത്രങ്ങൾ, ഓരോ രാജാക്കന്മാർക്കും അവരുടെ രാജകീയ സദസ്സിൽ ഉപദേശകന്മാരുണ്ടായിരുന്നു. പറയണത് ഉപദേശം, അതായത് ഈ ഉപദേശങ്ങൾ കേട്ട് ഓരോ സ്റ്റെപ്പ് എടുക്കുന്നവർക്കുള്ളതാണ് വിജയം എന്ന് പറയുന്നത്. ചാണക്യ തന്ത്രത്തിൽ പറയുന്ന ഒരു കാര്യം, ചന്ദ്രഗുപ്ത മൗര്യൻ ഒന്നുമല്ലാത്തൊരു സമയത്ത് ഉപദേശങ്ങളിലൂടെ അദ്ദേഹത്തെ രാജാവാക്കുകയും അതിനുശേഷം പല സ്റ്റെപ്പ് എടുത്ത് ചക്രവർത്തിയാക്കുകയും ചെയ്തൊരു കഥയല്ലാതെ പുരാണങ്ങളിൽ പ്രതിപാദിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉപദേശങ്ങൾ 7 എണ്ണം കണ്ടുണ്ടായാലും ഓക്കെ, അതിലേക്ക് ഓർമ്മയുള്ള കുറച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാട്ടോ. അതിലാദ്യത്തെ പറയണമെന്ന് വെച്ചാൽ കഠിനാധ്വാനം ചെയ്യണം സമ്പന്നനാവാൻ, പക്ഷേ ആ രീതി വ്യത്യസ്തമാവണം. ക്ലിയർ ആയോ? അതായത് കഠിനാധ്വാനം നമ്മൾ ചെയ്യണം, എങ്കിൽ അത് വ്യത്യസ്തമായ രീതിയിലാവണം. ആളുകളൊക്കെ കഠിനാധ്വാനം ചെയ്യുന്നത് ശാരീരികമായിട്ടാണ്, അതെ, പക്ഷെ ആ രീതി വ്യത്യസ്തമാകണമെന്ന് പറഞ്ഞാൽ എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പോ നമ്മുടെ കഴുത നമുക്കറിയാലോ, കഴുത അധ്വാനിക്കുന്നു, രാവും പകലും ഭാരം ചുമക്കുന്നു. ഇതേപോലെ തന്നെ ചില മനുഷ്യന്മാരുണ്ട് കഴുതയെ പോലെ അധ്വാനിക്കുന്നവരും. ഇങ്ങനെ അധ്വാനിച്ചാൽ നമുക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പറ്റില്ല, സമ്പന്നാവാൻ പറ്റില്ല. കഴുതയെപ്പോലെ അധ്വാനിക്കരുത്, എങ്കിലോ ആ രീതി വ്യത്യസ്തമാണെന്നാണ് പറയണത്. നിങ്ങളും പലയിടത്തും കേട്ടിട്ടുണ്ടാവും ഈ സമ്പന്നാവാൻ വേണ്ടി വ്യത്യസ്തമായിട്ട് എങ്ങനെ ചെയ്യാമെന്ന്. ഒന്ന് നിങ്ങൾക്കറിയാവുന്ന നോളജ് ഒന്ന് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അതായത് ഇപ്പോ സമ്പന്നനാവണം എന്നുണ്ടെങ്കിൽ സാറ് പറഞ്ഞ പോലെ ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട്. പക്ഷെ അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആരോഗ്യം അവിടെ നശിക്കുന്നുണ്ട്, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ ഈ കഠിനാധ്വാനം എന്ന് പറയുമ്പോൾ പൊതുവെ ഇപ്പൊ ന്യൂജൻ ആളുകൾ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അധികം ശാരീരികമായിട്ട് എഫേർട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നവരല്ല, അവര് ബുദ്ധിയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇപ്പൊ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. സാർ ഉദ്ദേശിച്ചത് അങ്ങനെയാണോ? തീർച്ചയായിട്ടും. ഇപ്പൊ ഞാനിപ്പോ എൻ്റെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ ഏകദേശം 1000 പേരോളം പ്രവർത്തിക്കുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കൊടുത്തേക്കുന്ന ഒരു അഡ്വൈസ് എന്ന് വെച്ചാൽ 2026 ഒരുപാട് വർഷങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നു പോയിട്ടുണ്ട്. പക്ഷെ 2020 ഒരൊറ്റ കൊല്ലം മതി സമ്പന്നാവാൻ, ഒരൊറ്റ വർഷം മതി. പക്ഷേ ആ ഒരു വർഷം കൊണ്ട് സമ്പന്നാവണമെങ്കിൽ അതിൽ നമുക്ക് 3 ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾക്ക് ഇത് ഉണ്ടായിട്ടുണ്ടോന്ന് അറിയില്ല. കാരണം ഇത്തരത്തിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ സമ്പന്നരായി മാറിയേനെ. അപ്പം അതിൽ പറയുന്ന 3 ക്ലാരിറ്റിയാണ്. ഒന്നാമത്തെ പറയണത് വിഷൻ ക്ലാരിറ്റി എന്നാ പറയാം. ജനുവരി 1 അങ്ങോട്ട് 365 ദിവസം, ഡിസംബർ 31 വരെ ഈ 2026 എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? ഇതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിക്കാറില്ല. അപ്പം ഇതിൽ പറയുമ്പോൾ ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ കേട്ടിട്ടുണ്ട്. എന്താണ് കേട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേട്ടിട്ടുണ്ട്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അതിയായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് പ്രകൃതി പോലും നമുക്ക് അത് നേടിത്തരാനായിട്ട് ഗൂഢാലോചന ചെയ്ത് പൗലോ കൊയ്ലോ പറഞ്ഞൊരു വേർഡ്. കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ സമാനമായതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും അല്ലെ. എന്താണ് സമാനമായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ പൂന്തോട്ടമുണ്ട്. ഈ പൂന്തോട്ടത്തിലേക്ക് തേൻ നുകരാൻ വേണ്ടി
ആരാ വരിക? പൂമ്പാറ്റ. പൂമ്പാറ്റയാണ്. ഇതേ സമയം നമ്മൾ ചാണകക്കുഴി നേട്ടിട്ടില്ലേ, അവിടേക്ക് പൂമ്പാറ്റ ചെല്ലോ? ഒരിക്കലില്ല. അവിടുത്തെ ഗസ്റ്റുകൾ ആരൊക്കെ? ഈച്ച, പാറ്റ, അതുപോലുള്ള തേള് ജീവികള്. അല്ലെ, വണ്ടുകൾ, പ്രാണികളൊക്കെ അല്ലെ, കൊതു അല്ലെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. അപ്പൊ പറയുന്നത് സമാനമായതിലേക്ക് സമാനമായത് ആകർഷിക്കപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ സമ്പന്നരായില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പറയേണ്ടത് നിങ്ങളുടെ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. 2026 നിങ്ങൾക്ക് എന്ത് വേണം, ഇതിന് വ്യക്തമായ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ അത് നമ്മളിലേക്ക് ആകർഷിക്കപ്പെടും. ആ വെറുതെ ഇരുന്ന് ചിന്ത ഉണ്ടായാൽ മാത്രം പോരാ, അതിൽ ഈ ക്ലാരിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഇപ്പോൾ ലിൻഡു ആൻഡ് ജയശ്രീ എന്തായിരുന്നു ഈ വർഷത്തെ ക്ലാരിറ്റി? തീർച്ചയായും സാർ, ക്ലാരിറ്റി എന്ന് പറയുമ്പം നമ്മളുടെയൊക്കെ ഒരു ആഗ്രഹം, അതായത് ഇപ്പം പഠിച്ചാലും ജോലി എന്ന് പറയുന്നതിൽ നമുക്ക് ഒരു വലിയ വരുമാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരു മേഖലയാണ്, അല്ലെങ്കിൽ ഒരു സമയമാണ്. സാറ് കഴിഞ്ഞ പ്രാവശ്യം പഠിപ്പിച്ചത് സെല്ലിംഗ് ടൈം, അതിലൊരു നിശ്ചിത വരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് ഒരു ആയിരങ്ങൾ എന്നുള്ളത് മാറി 1,00,000 രൂപയെങ്കിലും ഒരു മാസ വരുമാനം മേടിക്കണം എന്നുള്ളതാണ് 2026 ഞാൻ തീരുമാനം ഉറപ്പിച്ചത്. കാരണം സാറ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇങ്ങനെ പോയിട്ട് കാര്യമില്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലുമൊക്കെ എത്തിച്ചേരാൻ സാധിക്കൂ എന്ന് പറഞ്ഞതുകൊണ്ട് 1,00,000 രൂപയെങ്കിലും ഒരു മാസ വരുമാനം വേണമെന്നുള്ളത് തീരുമാനമെടുക്കാനായിട്ട് എനിക്ക് ഈ പ്രാവശ്യം സാധിച്ചിട്ടുണ്ട് സാർ. അത് വ്യക്തമായ ക്ലാരിറ്റി തന്നെയാണ്. Yes. അല്ലേ? ഞാൻ പറയും അത് പോരാ, കുറച്ചും കൂടെ ഒന്ന് മാറി ചിന്തിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ ഓരോ കാര്യത്തിലും നമ്മളുടെ ഈ സമ്പത്ത് നേടിത്തരുന്നത് നമ്മുടെ എക്സ്പേർട്ടാണ്. നമ്മൾ ഏത് കാര്യത്തിലാണ് എക്സ്പേർട്ട് ആവുന്നത് അതിനനുസരിച്ച് നമുക്ക് വരുമാനത്തിലും വ്യത്യാസം വരും. നമ്മളെ ബ്രൂസിലിയാണ് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ഉണ്ട്, 1000 തവണ വിദ്യ അഭ്യസിച്ചോ എനിക്ക് പേടിയില്ല, അതേസമയം ഒരു വിദ്യ തന്നെ 1000 തവണ അഭ്യസിച്ചോ എനിക്ക് പേടിയാണ്. ഇതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഒരു പ്രസ്ഥാനത്തിൽ 3 വർഷത്തിന് മേലെ നിങ്ങൾ ഓൾറെഡി എക്സ്പേർട്ടായി. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 1,00,000 രൂപ എന്നുള്ള വളരെ കുറഞ്ഞൊരു ഫിഗറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 10,00,000 രൂപ വരെ പെർ മന്ത് ഏൺ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇപ്പോൾ നിങ്ങൾ സ്വന്തമാക്കി കഴിഞ്ഞു. ഓക്കെ, അപ്പം എന്ത് വേണം? ക്ലാരിറ്റി. എൻ്റെ അഭിപ്രായത്തിൽ അത് 10,00,000 കൊടുത്തോളൂ. ഓക്കെ, അപ്പം ഈ 10,00,000 കൊടുത്താൽ ക്ലാരിറ്റി ഓക്കെ. അപ്പം എന്തായി? 10,00,000 രൂപ പെർ മന്ത് വാങ്ങാനായിട്ട് നിങ്ങൾ മാനസികമായിട്ട് തയ്യാറെടുക്കുക. ഓക്കെ, അപ്പം മാനസികമായിട്ട് തയ്യാറെടുക്കുമ്പോൾ ഇതേ ചാണക്യം പഠിപ്പിക്കുന്ന അടുത്തൊരു ഡയലോഗ് ഉണ്ട്. എങ്ങനെ? നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി തയ്യാറാകുമ്പോൾ നമ്മളത് 3 തരത്തിൽ തയ്യാറാവണം. എങ്ങനെ തയ്യാറാവണം? ക്ലാരിറ്റി കിട്ടി. ആ ക്ലാരിറ്റിയിലേക്ക് വരുമ്പോൾ ശാരീരികം, മാനസികം, സാമ്പത്തികം. സമ്പന്നാവാനായിട്ട് ശാരീരികമായിട്ട് തയ്യാറെടുക്കേണ്ടത് 1, അമിതമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. 2, അമിതമായിട്ടുള്ള വിശ്രമം ഒഴിവാക്കുക. നിങ്ങൾ എംപ്ലോയീസിനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അവർ 8-10 മണിക്കൂർ ജോലി ചെയ്തിട്ട് ബാക്കി സമയം ഒന്നുമില്ലെങ്കിൽ കിടന്ന് ഉറങ്ങും, ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരിക്കും, അല്ലേ? അപ്പം അതിലും പറയുന്നൊരു കാര്യമാണ്, വെറുതെ ഇരിക്കുന്നവരെ കൂടെ പണം നിൽക്കില്ല. ഇപ്പം നമ്മൾ കുറച്ച് പൈസ കിട്ടി, പക്ഷെ നമ്മൾ വെറുതെ ഇരുന്നാലോ ആ വന്ന പൈസയും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ വെറുതെ ഇരിക്കാൻ പാടില്ല, മടിയനാവാൻ പാടില്ല, അതോടൊപ്പം തന്നെ അമിത ഭക്ഷണം കഴിക്കാൻ പാടില്ല. അതായത് ചുരുക്കി പറഞ്ഞാൽ സംയമനം പാലിക്കുക എന്നുള്ളത്. സംയമനം പാലിക്കുക. യെസ്, അത് തന്നെ, സംയമനം പാലിക്കാം. അതിൽ രണ്ടാമത്തെ ഒരു കാര്യമാണ് ശാരീരികം കഴിഞ്ഞാൽ പിന്നെ മാനസികം. മാനസികമായിട്ട് തയ്യാറെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം, ചില ആളുകൾക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ദേഷ്യം, ഈ കോപത്തെ നിയന്ത്രിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം, ദേഷ്യം. പിന്നെ ചിലർക്കുള്ളതാണ് ഈഗോ. വെറുതെ ആവശ്യമില്ലാത്ത ഞാൻ ഇന്നാളെ മോനാണ്, ഞാൻ ഇന്നാളെ മോളാണ്, ഞാൻ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞ് ഈഗോ വെച്ച് പുലർത്താം. ഈ ഈഗോ വെച്ച് പുലർത്തൽ മാത്രമുള്ള കയ്യിലൊന്നും ഉണ്ടാവില്ല, അല്ലേ? അപ്പം എന്ത് വേണം? സമ്പന്നമാവണമെങ്കിൽ നമ്മൾ ഈഗോ എന്ന് പറയുന്ന ആ 3 അക്ഷരം ഒഴിവാക്കിയേ പറ്റൂ. പിന്നെ പറയുന്നതിന് അസൂയ, കുശുമ്പ്, പ്രതികാര ബുദ്ധികൾ. അപ്പം ഇതും നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമാണ് നമുക്ക് എന്തിനു പറ്റുള്ളൂ? മാനസികമായിട്ട് നമ്മൾ തയ്യാറെടുക്കാൻ പറ്റുള്ളൂ. ഓപ്പണായി പറഞ്ഞാൽ നന്ദിയുള്ളവരായിട്ട് മാറാം. ഗ്രാറ്റിറ്റ്യൂഡ്, അല്ലേ? എത്രത്തോളം നന്ദി പറയാൻ പറ്റും. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ അതിനൊന്നും പ്രതികരിക്കാതെ എല്ലാത്തിനോടും നന്ദി പറയുന്ന മനുഷ്യനായിട്ട് നമ്മൾ മാറണം. പണ്ട് ഗാന്ധിജി പറഞ്ഞ പോലെ ഒരു മുഖത്തടിച്ച മറ്റേ കാരണം കാണിച്ചു കൊടുക്കണം. അതിലേക്ക് വരുമ്പോഴാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ അടികൊള്ളാൻ പോകാനല്ല പറഞ്ഞു. ഓക്കെ, അതിൽ പറയാം. മൂന്നാമത്തെ ഒരു കാര്യം പറയുന്നത് സാമ്പത്തികം.
അപ്പം ഈ സാമ്പത്തികമായിട്ട് നമുക്ക് നേട്ടം ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ തയ്യാറാവലാണ്. അതിൽ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കുള്ള 3 പ്രശ്നങ്ങളാണ്. ഒന്ന്, ഹൗ ടു മേക്ക് മോർ മണി, നമുക്ക് എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാന്ന് അറിയില്ല. രണ്ടാമത്തെ കാര്യമാണ് ഹൗ ടു മാനേജ് മണി, വന്ന പൈസയെ മാനേജ് ചെയ്യാൻ അറിയില്ല. മൂന്നാമത്തത് നിലനിർത്താൻ അറിയില്ല, സ്വന്തമാക്കാൻ അറിയില്ല. മൂന്നാമത്തത് ഹൗ ടു മൾട്ടിപ്ലൈ മണി, വന്ന പൈസയെ ഇരട്ടിപ്പിക്കാനും അറിയില്ല. ഇതിൽ പറയുന്നൊരു കാര്യം, നമ്മൾ ഏൺ ചെയ്യുന്ന പൈസ ചെലവാക്കുമ്പോൾ 3 കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഒന്ന്, ഇപ്പോൾ ജയശ്രീ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവാം. ഇത് വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പ് 3 കാര്യങ്ങൾ ചോദിക്കേണ്ടതുണ്ട്. ഈ സാധനം എനിക്കിപ്പോൾ ആവശ്യമുള്ളതാണോ? 2, ആവശ്യമുള്ളതാണ്. ഒന്നും കൂടെ ചോദിക്കുക, ഈ സാധനം എനിക്ക് അത്യാവശ്യമാണോ? 3, ഈ കാര്യം എനിക്ക് അനാവശ്യമാണോ? ഇതിൽ നമ്മൾ നോക്കുക, ഈ സാധനം എനിക്ക് ആവശ്യമാണോ, അനാവശ്യമാണോ, അത്യാവശ്യമാണോ? അത്യാവശ്യമാണെങ്കിൽ മാത്രം ഇത് വാങ്ങാൻ പാടുള്ളൂ. സാമ്പത്തികമായിട്ട് നമുക്ക് ഉന്നതിയിലേക്ക് എത്തണമെങ്കിൽ എന്ത് വേണം? ഈ 3 കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. ചാണക്യതന്ത്രങ്ങൾ പറയുന്നൊരു കാര്യമാണ്. ഒന്നാമത്തത്, നമ്മൾ സമ്പന്നാവണമെങ്കിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും നമ്മളെ ഒരുക്കണം. അപ്പൊ അതിൽ വ്യക്തമായിട്ട് ക്ലാരിറ്റി നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി ഈ ക്ലാരിറ്റി നമ്മളെ കൊണ്ടുവന്നു, ഓക്കെ, എനിക്ക് 1 ലക്ഷമോ 10 ലക്ഷമോ വാട്ടോ, ഓക്കെ, നമ്മൾ നിശ്ചയിച്ചു. അടുത്ത ചോദ്യമാണ്, അടുത്തൊരു ക്ലാരിറ്റി കിട്ടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രാറ്റജിക് ക്ലാരിറ്റി എന്ന് പറയും. 2026 1 ലക്ഷമോ 2 ലക്ഷമോ 10 ലക്ഷമോ, ഓക്കെ, ക്ലാരിറ്റി ഓക്കെ. എങ്ങനെ? ഇതിന് വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ, അതേ വേഗം പറയും സ്ട്രാറ്റജി എന്ന് വെച്ചാൽ തന്ത്രം എന്നാ പറയാം. കാരണം ഇപ്പൊ ഞാൻ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത് അടുത്തൊരു വർഷം 1 കോടി രൂപ ഏൺ ചെയ്യാന്ന് പറയണം. അപ്പൊ ഇത് ചിലർ ചോദിക്കും, ഞങ്ങളെ കൊണ്ട് നിങ്ങൾ എന്താണോ എന്നുള്ളതല്ല പ്രശ്നം, നിങ്ങൾക്ക് എന്താവണം? 1 കോടി വേണം, പഠിപ്പിച്ചു തരാന്നേ. പക്ഷേ ആ പഠിപ്പിച്ച് തരണമെങ്കിൽ അതിനെന്ത് വേണം? ഏതിലെ പോകണം? സ്ട്രാറ്റജി വേണം. അപ്പൊ ഈ 1 കോടി നേടിയെടുക്കുക എന്നുള്ള വെച്ചാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്, ചെറിയ കാര്യമല്ല. അപ്പൊ ഇതിനെ പറയുക സ്ട്രാറ്റജി എന്ന് പറയുന്നത് തന്ത്രമാണത്. എങ്ങനെ? അപ്പൊ ആ സ്ട്രാറ്റജി ഇപ്പൊ കയ്യിലുണ്ട്. അപ്പൊ എന്ത് കിട്ടി നമുക്ക്? ഒന്നാമത്തെ വിഷൻ ക്ലാരിറ്റി കിട്ടി. 2, സ്ട്രാറ്റജി ക്ലാരിറ്റി. ഇനി മൂന്നാമത്താണ് അതിന് വേണ്ടിയിട്ട് ഐഡന്റിറ്റി ക്ലാരിറ്റി. ഞാൻ ആരാവണം, ഞാൻ ആരായി മാറണം. അപ്പൊ ഈ 7 കാര്യങ്ങൾ തന്നെയാണ് ഈ ചാണക്യതന്ത്രത്തിലും പഠിപ്പിക്കുന്നത്. ഞാൻ ആരാവണം. അപ്പൊ അതിൽ പറഞ്ഞ കാര്യമാണ്, ഒന്ന് സമ്പന്നാവണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യണം, ആ രീതി വ്യത്യസ്തമാണ്. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. ഇല്ലെങ്കിലോ കാറ്റത്ത് കടലാസ് പറക്കുന്നത് പോലെ, ലക്ഷ്യമില്ലാത്ത ഒരു കടലാസ് പോലെയാണ് ഇന്നും ഭൂരിഭാഗം ആളുകൾ. എവിടേക്കാണ് എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ക്ലാരിറ്റി. കഠിനാധ്വാനം ചെയ്യണം, ആ രീതി വ്യത്യസ്തമാണ്. അതാണ് സാറേ ഇപ്പം യൂസഫ് അലി സാറ്, അതുപോലെ നമ്മൾ സമ്പന്നന്മാരുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പോയി ഇപ്പം നമുക്ക് ഞങ്ങൾ എവിടെയൊക്കെ കേൾക്കുന്ന കാര്യമാണ്. അതായത് കഠിനാധ്വാനം എന്ന് പറഞ്ഞാൽ ഇപ്പം ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ റോഡ് പണിക്കാരാണ്. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ട് അവർക്ക് മഴയില്ല വെയിലും ഇല്ല. അതെ, ഒന്നുമില്ല. ഇപ്പം നമ്മൾ എറണാകുളത്ത് പണി നടന്നുകൊണ്ടിരിക്കുക, എപ്പോൾ നോക്കിയാലും അവിടെ പണിയാണ്. അപ്പോൾ അവിടെ അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ആ കഷ്ടപ്പെടുന്നത് വ്യത്യസ്തമായ രീതി ആകണമെന്നുള്ളതിൻ്റെ തെളിവുകളാണ് ഇപ്പം സാറ്, ഇപ്പം യൂസഫ് അലി സാറ്, അതിനോടൊപ്പം ഒരുപാട് പേര്. അപ്പം ആ വേണ്ട അധികം പോണ്ട, റോഡിന്റെ പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഓക്കെ, അയാൾ എന്ത് ചെയ്യുന്നു? രാവും പകലും. ഇതിന്റെ കോൺട്രാക്ടർ ഉണ്ട്, സുഖമായിട്ട് കിടന്നോണം. ഇത്രയേ ഉള്ളൂ. ഇതിൽ ആരെ സമ്പന്നനാവണേ? പണിക്കാരാണ്, കോൺട്രാക്ടറാണ്. ഇത്രയേ ഉള്ളൂ. ഇതിനെ വേറെ ഒന്നും പറയേണ്ടതില്ല. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ. ഇനി അതിൽ രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരങ്ങളെ തിരിച്ചറിയുന്നവനെ ധനികനാകും. കേട്ടിട്ടുണ്ടോ അതിനെ കുറിച്ച്? അവസരങ്ങളെ തിരിച്ചറിയുന്നവനെ ധനികനാകും. ഇപ്പം ശരിയാണ് സാർ, അവസരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു യാദൃശ്ചികമായിട്ട് നമ്മിലേക്ക് വരുന്ന ഒന്നല്ല. അതെന്ന് പറയുന്നത് നമ്മൾ കേട്ടിട്ടുള്ള പോലെ കർമ്മത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒത്തുചേരലാണ് അവസരം എന്ന് പറയുന്നത്. ശരിയാണ് സാർ. തിരിച്ചറിയാത്ത ഒരുപാട് പേരുണ്ട്. ഒരുപാട് അവസരങ്ങൾ കയ്യിലെത്തുമ്പോഴേക്കും നേരത്തെ വന്ന അവസരം എനിക്ക് ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്ന് പറഞ്ഞ് അടുത്തതിനെ തേടി പോവാത്ത ഒരുപാട് പേരുണ്ട്. ശരിയാണ്. ആ ഒരു അവസരത്തെ അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നവൻ, തിരിച്ചറിയുന്നവനാണ് ധനികനാവുന്നത്. ഇത് പറയുന്നത് കർമ്മത്തിന്റെയും ഭാഗ്യത്തിന്റെയും ഒരു ഒത്തുചേരലാണ് അവസരം. ഈ അവസരങ്ങൾ പറയുന്നത്
നമ്മുടെ എല്ലാവരും ജീവിതത്തിൽ 3 പ്രാവശ്യം സംഭവിക്കുള്ളൂ എന്നാണ് പറയണത്. ഈ 3 പ്രാവശ്യം ദൈവം അവസരം തരുമ്പോൾ ഇതിലിപ്പോൾ നിങ്ങളെ കഴിക്കുന്ന അവസരം എത്രാമത്തെ നമുക്കറിയില്ല, അത് ദൈവത്തിന് അറിയുമെന്ന് പറയും. അപ്പം ഇത് 3ാമത്തെ ആണെങ്കിലോ, ഇപ്പം നിങ്ങളെ കഴിക്കുന്ന 3ാമത്തേതാണെങ്കിൽ അതും തട്ടിത്തെറിപ്പിച്ചാലോ തീർന്നു. നാളെ ദൈവത്തോട് ചോദിക്കുകയാണ്, എനിക്ക് എന്തുകൊണ്ട് എന്നെ സമ്പന്നാക്കിയില്ല, ഞാൻ നിനക്ക് 3 അവസരം തന്നില്ലേ, നീ എന്തുകൊണ്ട് അതിന് കയറി പിടിച്ചില്ല അല്ലേ? അപ്പം എന്ത് വേണം, ഇത് എത്രാമത്തെ നമുക്കറിയില്ല, കിട്ടിയ അവസരം മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം അല്ലേ? അതാണ് അവസരങ്ങളെ തിരിച്ചറിയുന്നവനെ സമ്പന്നനാകും. ഇതാണ് 2ാമത്തെ പോയിന്റ്. ആദ്യത്തേത് കഠിനാധ്വാനം ചെയ്യണം, അത് വ്യത്യസ്തമായ രീതിയിലായിരിക്കണം. രണ്ടാമത്തത് അവസരങ്ങളെ തിരിച്ചറിയുന്നവനാണേ ധനികനാവുകയുള്ളൂ. പിന്നെ ഓപ്പോസിറ്റ് പറയാം, സമ്പന്നാവാത്ത ഒരാള്, അയാൾ കഠിനാധ്വാനം ചെയ്യുന്നു, അവസരങ്ങൾ തേടി പോകുന്നില്ല, വന്ന ആളും കിട്ടിയ പൈസ, ഇതുകൊണ്ടാണ് അവർ സമ്പന്നാവാൻ മാറാത്തത്. ഓക്കെ, പിന്നെ 3ാമത്തെ പോയിന്റിൽ കിടക്കാം. സമ്പന്നാവണമെങ്കിൽ സ്വയം നിയന്ത്രിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ വരുന്ന 3 പോയിന്റുകൾ സ്വയം നിയന്ത്രിക്കാൻ പഠിക്കണം നമ്മൾ. അതിലാണ് സംയമനം പാലിക്കാന്ന് വെച്ചാൽ. സംയമനം പാലിക്കാന്ന് വെച്ചാൽ അത് 3 കാര്യത്തിലായിരിക്കണം. 1 ശാരീരികം, 2 മാനസികം, 3 സാമ്പത്തികം. ഈ 3 കാര്യങ്ങളിൽ നിയന്ത്രണങ്ങൾ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി 4ാമത്തെ ഒരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമയത്തെ ശരിയായി വിനിയോഗിക്കുന്നവന് മാത്രമേ സമ്പന്നാവാൻ പറ്റൂ. ഇതിൽ പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം സാധാരണ ഒരു എംപ്ലോയീസ് ഉണ്ട്, ഇവരെ സംബന്ധിച്ച് 8-10 മണിക്കൂർ ജോലി ചെയ്യുക, ബാക്കിയുള്ള സമയം TV കാണുക, കിടന്നുറങ്ങുക. ഇതിനപ്പുറത്തേക്ക് അതല്ലെങ്കിൽ റോഡ് സൈഡിൽ പോയിട്ട് വല്ല പിള്ളേരൊപ്പം ഇരുന്ന് സംസാരിക്കുക, കലങ്ങുമ്പോൾ പോയിരിക്കുക, ഫോൺ നോക്കിയിരിക്കുക, ഇങ്ങനെ സമയം വെറുതെ കളയുന്നവരാണ് ഭൂരിഭാഗം പേരും. അതേസമയം ബിസിനസ്സുകാർ അവരെന്ത് ചെയ്യുന്നു, രാവിലെ തന്നെ ഇന്നത്തെ ദിവസം എന്തൊക്കെ ചെയ്യണം, പ്ലാനിങ്, അത് എത്ര രൂപ ഏൺ ചെയ്യണം, കറക്റ്റ് പ്ലാനിങ്ങോടെ മുന്നോട്ട് പോകുള്ളൂ. 2ാമത് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാലോ അടുത്തത് അത് പ്രാക്ടീസ് ചെയ്യാന്ന് പറയും. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അത് ഇംപ്ലിമെൻറ്റേഷൻ നെക്സ്റ്റ് വരുന്നത്. അത് കഴിഞ്ഞ് 3ാമത് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ അവർ 3 കാര്യങ്ങളിലൂടെ നോക്കും, ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു. അതിൽ പറയുന്നത് വാട്ട് വെൻ റോങ്, വാട്ട് വെൻ റൈറ്റ്, വാട്ട് നീഡ് ടു ബി കറക്റ്റഡ്. ഈ 3 കാര്യങ്ങൾ അവിടെ സെറ്റാക്കി പോകും. അതായത് ഇന്നത്തെ ദിവസത്തിൽ ഞാൻ ചെയ്ത ശരികൾ എന്തൊക്കെയായിരുന്നു, ഇന്നത്തെ ദിവസം ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയായിരുന്നു, നാളെ ഞാൻ അതൊക്കെ എന്ത് തിരുത്തണം. അപ്പം ഇങ്ങനെ ഓരോ ദിവസം എന്ത് വേണം, രാവിലെ പ്ലാൻ ചെയ്യണം, അത് കഴിഞ്ഞ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം, വൈകുന്നേരം വന്നാലോ റിവ്യൂ അല്ലേ. ഈ 3 കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, കറക്റ്റ്. അപ്പം ഇത് 3 വിശകലനം ചെയ്ത് മുന്നോട്ടേക്ക് പോകണം. അപ്പം ഇത് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അപ്പം ഇത് സമ്പന്ന കറക്റ്റ് ഇത് കീപ്പ് ചെയ്ത് പോകുന്നൊരു കാര്യമാണ്. പക്ഷേ സാധാരണക്കാരോ രാവിലെ എല്ലാ ദിവസവും പോലെ നേരം വെളുക്കുന്നു, മുതലാളി ചീത്ത പറയണ കാരണം കറക്റ്റ് സമയത്ത് ചെല്ലും, ആ ചീത്ത കേൾക്കാതിരിക്കാൻ വേണ്ടി ഗ്യാപ്പ് കിട്ടിയാൽ കിടന്നുറങ്ങും, ഗ്യാപ്പ് കിട്ടിയാൽ വെറുതെ ഇരിക്കും, ഗ്യാപ്പ് കിട്ടിയാൽ ഫോൺ നോക്കിയിരിക്കും. ഇങ്ങനെ സമയത്ത് വെറുതെ കളയുന്നവൻ ഒരു കാലത്തും രക്ഷപ്പെടില്ല. ഇതാണ് ചാണക്യ തന്ത്രത്തിൽ പറയുന്ന 3ാമത്തെ ഒരു കാര്യം. ശരിയാണ് സാർ. ഇപ്പോൾ ഒരുപാട് പേരുണ്ട് ഇപ്പം വെറുതെ ഇരിക്കുന്നവർ. ഇപ്പം അവർക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ പോലും വേറെ വല്ലവരുടെയും നിന്നും കടം മേടിച്ചിട്ട് അവർക്ക് പോകാനായിട്ട് പറ്റും. കാരണം അവർ വെറുതെ ഇരുന്ന് ആ സമ്പത്തെ വികർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പണം നമ്മിലേക്ക് വരണമെങ്കിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ സമയത്തെ നന്നായി നിയന്ത്രിക്കണം. പക്ഷേ ഈ വെറുതെ ഇരിക്കുന്നവരിൽ നിന്ന് പണം ആകർഷിക്കുന്നത് സമയത്തെ നന്നായിട്ട് ഉപയോഗിക്കുമ്പോഴാണെങ്കിൽ വെറുതെ ഇരിക്കുന്നവർക്ക് സമ്പത്ത് വികർഷിക്കപ്പെടുവാണെന്നുള്ളത് വലിയ സത്യമാണ് ഇപ്പം സാറ് പറഞ്ഞു തന്നത്. മാത്രമല്ല വെറുതെ ഇരിക്കും തോറും അവൻ്റെ കയ്യിൽ കിട്ടിയ പൈസ വേസ്റ്റ് ആയിപ്പോവും, വെറുതെ തിരിച്ചു പോവും. ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പണം എന്ന് പറയുന്ന എനർജിയാണ്. ഈ പണം ഇപ്പം എക്സാമ്പിൾ എൻ്റെ ഒരു എംപ്ലോയി സംബന്ധിച്ച് 20,000, 25,000, 30,000 കിട്ടി. ഇത് വെറുതെ ഇരിക്കുന്ന ഒരു കയ്യിലുള്ള പൈസ വന്ന വഴിക്ക് പോവുകയും ചെയ്യും. അപ്പം ഇത് കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ എപ്പോഴും ആക്റ്റീവായിരിക്കാം, എപ്പോഴും അങ്ങനെ പവർ അടിച്ച്. അതുകൊണ്ടാണല്ലേ സാറ് പണ്ട് പറഞ്ഞിട്ടുള്ളത് മണി ലവ്സ് എനർജി എന്നുള്ളത്. തീർച്ചയായിട്ടും അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. മണി ലോസിൽ പറയുന്നൊരു 9 നിയമങ്ങൾ പണത്തെക്കുറിച്ച് പഠിച്ചപ്പോൾ അതിൽ പറയുന്നൊരു കാര്യമാണ് മണി ലവ്സ് എനർജി. പണം ഇഷ്ടപ്പെടുന്നത് എനർജി ഉള്ളവരെ കൂടെ നിൽക്കാനേ പണം ഇഷ്ടപ്പെടും. എപ്പോഴും എന്താ പറയുക, 100 നിൽക്കണം. അതും ചാണക്യതന്ത്രത്തിൽ പറഞ്ഞൊരു കാര്യമാണ്. ഓക്കെ, അപ്പം ഇതിൽ 4ാമത്തെ ഒരു കാര്യം പറയണത്, പണം ഏൺ ചെയ്താൽ മാത്രം പോരാ, ആ പണത്തെ സ്വന്തമാക്കാൻ പഠിക്കണം. കേട്ടിട്ടുണ്ടോ അത്? അതായത് സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ കയ്യിൽ വരുന്ന പണത്തെ നിലനിർത്തുക, അതിനെ സ്വന്തമാക്കുക. അതെ,
അപ്പോൾ അതിനെ സ്വന്തമാക്കാൻ പഠിക്കണം. അപ്പോൾ സ്വന്തമാക്കാൻ പഠിക്കണം എന്ന് വെച്ചാൽ എങ്ങനെ, ആ പണത്തെ ഇപ്പോൾ ഞാൻ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, മണി തിയറി എന്ന് പറയുന്നത്. മേക്ക് മണി, ഇൻവെസ്റ്റ് മണി, സ്പെൻഡ് മണി. അതായത് നമ്മൾ ഏൺ ചെയ്യുന്ന പണം ഒരു കാരണവശാലും ചിലവാക്കരുത്. അപ്പം ചോദിക്കും ചിലവ് പിന്നെ ആര് നടത്തും തീർച്ചയായിട്ടും. അല്ലേ? അതെ. അപ്പം നിങ്ങളോടും പറയാനുള്ളത്, നിങ്ങൾ ഏൺ ചെയ്ത പൈസ ചിലവാക്കാനുള്ളതല്ല. ആ പണം എവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് ഹൈ റിട്ടേൺ കിട്ടുന്ന നല്ല ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം വേണം ചിലവാക്കാൻ. ഓ, പക്ഷേ പൊതുവെ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കും, നമ്മുടെ ചെലവിന് വേണ്ടി, അതായത് ജോലിക്ക് പോണ എന്തിനാ, എന്റെ ചെലവിന് വേണ്ടി. ആ ഒരു മൈൻഡ് സെറ്റ് ആണ് എല്ലാവർക്കും. അതങ്ങനെയാണല്ലോ സാർ. ഓരോ മാസവും തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു എന്തൊക്കെ ചെലവുകളുണ്ട് അതിനെയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ആദ്യം മുതൽ അവസാനം വരെ EMI ഉണ്ടാവും, അല്ലെങ്കിൽ കുട്ടികളുടെ ഫീസ് ഉണ്ടാവും. ഇവയൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നോക്കുന്നത്. അപ്പം കയ്യിൽ കിട്ടിയിരിക്കുന്ന പണം, സാലറി എന്താണോ അതുപോലെ തന്നെ ചെലവും ഉണ്ടാക്കി എടുക്കുന്ന ആളുകളാണ് നമ്മളുടെ ചുറ്റുമുള്ളവർ. അതായത് സാലറിക്ക് ഈക്വലന്റ് ആയിട്ടുള്ള ചെലവ് ഉണ്ടാക്കിയെടുക്കുക. എങ്ങാനും 10 രൂപ ബാക്കി വന്നാലോ, പണ്ട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ബാക്കി എന്തേലും ബാക്കിയുണ്ട്, വീട്ടിൽ ചെല്ലുമ്പോൾ ഒന്നും ബാക്കി ഉണ്ടാവാൻ പാടില്ല, കൂലിപ്പണിയാണ്. ബാക്കിയുള്ള പൈസക്ക് പോരണ വഴിക്ക് ഒരു സർവത്ത് കട കയറിയിട്ട് ആ സർവത്ത് കുടിച്ചിട്ട് വീട്ടിൽ വരും. ഒരു 10 രൂപ ബാക്കിയുണ്ട്, അതും കൂടെ ആ ചേട്ടൻ്റെ കടയിൽ കൊടുത്തിട്ട് തിരിച്ചു പോകും. അപ്പം ഇങ്ങനെ സമ്പത്തിനെ വിനിയോഗിക്കാതെ, നല്ല രീതിയിൽ വിനിയോഗിക്കാത്ത ആളുകൾക്ക് സമ്പന്നാവാൻ പറ്റില്ല. ഇപ്പം നമ്മൾ ഓൾറെഡി, നിങ്ങൾക്ക് അറിയാലോ, ഓൾറെഡി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ്. അപ്പം ഞാൻ എല്ലാവരും പഠിപ്പിച്ചു കൊടുക്കുന്നത്, 25,000 രൂപ സ്വന്തമായിട്ടുള്ള, അതായത് 25,000 രൂപ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു 15 വർഷം കൊണ്ടും അത് 5 കോടിയേക്ക് മാറ്റാൻ പറ്റും. എങ്ങനെ? അത് കറക്റ്റായിട്ട് പ്ലാൻ ഉണ്ട്, വെറുതെ അല്ല. അത് കറക്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയാൽ ഈ 5 കോടി രൂപ ഉണ്ടാക്കാനായിട്ട് വെറും 25,000 മാസം മതി. പക്ഷേ ഇത് ഇവർക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുകയില്ല, അത് എന്തിനാണെന്ന് ഇവർക്ക് അറിയില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞാൽ, 25 വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾക്ക് 60 വയസ്സ് വരെ 35 കൊല്ലം അധ്വാനിച്ചു. ഓക്കെ, ഇപ്പം ആവറേജ് എല്ലാ മാസവും ശമ്പളമുണ്ട്. പക്ഷേ ഈ 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ 95 വയസ്സ് വരെയുള്ള ഒരു 35 കൊല്ലം കൂടി ഉണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ ആര് നോക്കും? അവിടെയാണ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പം ചിലവർ പറയും മക്കൾ നോക്കുന്നുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിയുമ്പോൾ ഇന്നത്തെ പോലെ തന്നെ അവർക്ക് ഒരു പാർട്ട്ണർ വരും, അവർക്ക് മക്കളുണ്ടാവും, അവർക്ക് ആവശ്യങ്ങളുണ്ട്. ഇതേ നിങ്ങളെ അവസ്ഥ തന്നെയാണ്. പിന്നെ അവരെങ്ങനെ നിങ്ങളെ നോക്കുക? ശരിയാണ് സാർ, ഇതൊരു സൈക്കിളാണല്ലോ. അതായത് തുടക്കത്തിൽ ഇപ്പം മാതാപിതാക്കള് മക്കളുണ്ടാവുന്നു, അതിനുശേഷം ഈ മക്കള് വലുതായി കഴിയുമ്പം മാതാപിതാക്കൾക്ക് എന്തായിരുന്നു അതുപോലെ തന്നെയാണ് മക്കളുടെ ജീവിതത്തിലും അവരുടെ പാർട്ട്ണർ വരുമ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് കോഴ്സ് അവരുടെ പാർട്ട്ണറിന് തന്നെ ആയിരിക്കും. ദെൻ സെക്കൻഡ് പ്രയോറിറ്റി മക്കൾക്കായിരിക്കും. അതിനുശേഷമേ മാതാപിതാക്കളിലേക്ക് പോകും. അപ്പൊ അവരെ നോക്കുക എന്നുള്ളത് അവർക്കുണ്ടാവുന്നത്, അവർക്ക് ചെലവ് മുഴുവനാണ്. പിന്നെ എങ്ങനെയാണ് അവർ മാതാപിതാക്കളെ നോക്കുന്നത്? മക്കളെ കുറ്റം കൊണ്ട് കാര്യമില്ല. ഇപ്പൊ ജയശ്രീ നിശ്ചിതം എടുക്കാം, രണ്ടുപേർക്കും അല്ലേ, അമ്മ ഉണ്ടല്ലോ. ഈ അമ്മയ്ക്ക് മാസം എത്ര കൊടുക്കാറുണ്ട്? മാസം കൊടുക്കാറില്ല, പക്ഷെ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുന്നു. കാര്യങ്ങൾ നോക്കുന്നു വെച്ചാൽ, ഞാനിങ്ങനെ തമാശ, ഒരു പൂച്ച വീട്ടിലുണ്ടെങ്കിൽ ആ പൂച്ചക്ക് ഭക്ഷണം കൊടുക്കൂലേ? ആ പൂച്ചക്ക് ഒരു അസുഖം വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൂലേ? ഇപ്പം ഞങ്ങളെ വീട്ടിൽ പേഴ്സിയം കാറ്റ് ഉണ്ട്. ആ പൂച്ചനെ കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നല്ല രീതിയിൽ, പേഴ്സിയം കാറ്റ് കുറച്ച് എക്സ്പെൻസ് കൂടുതല, ഭക്ഷണവും കൊടുക്കും. അവന് അസുഖം വന്ന അവന് ഹോസ്പിറ്റലുണ്ട്, പൂച്ചകൾക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഇതല്ല അമ്മയുടെ കാര്യത്തിൽ സംഭവിക്കണം, തീർച്ചയായിട്ടും അല്ലേ? കാരണം അതിൽ കൂടുതൽ കൊടുക്കാൻ നമ്മുടെ കയ്യിലില്ല. കാരണം എന്താ, നമ്മളുടെ മക്കൾക്കുള്ള പഠനം, അവരുടെ അല്ലേ, അവരെ ഹോസ്പിറ്റൽ ചെലവ്, ഇതെല്ലാം നോക്കി വരുമ്പോൾ നമ്മുടെ കയ്യിലില്ല. ഇത് തന്നെയാണ് ഇനി നിങ്ങളുടെ മക്കൾക്ക് സംഭവിക്കാൻ വേണ്ടി പോണത്. അപ്പൊ ജയശ്രീനെ ആര് നോക്കും 60 വയസ്സ് കഴിയുമ്പോൾ? ഇപ്പോഴത്തെ കാലഘട്ടത്തില് ഇപ്പൊ ഞങ്ങള് അമ്മനെ നോക്കുന്നുണ്ട്, പക്ഷെ എന്റെ മക്കൾ എന്നെ നോക്കുമെന്നല്ലേ വലിയ ഉറപ്പൊന്നുമില്ല. കാരണം ഇപ്പോഴേ തന്നെ നമുക്കറിയാം പല കാര്യങ്ങളും. ജയശ്രീ അമ്മനെ നോക്കുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കിയാ പോരാ. അമ്മയുടെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കിയിട്ട് എങ്ങനെ നിങ്ങളോട് ചോദിക്കും? ഇതാണ് പ്രശ്നം. അപ്പൊ അമ്മയ്ക്ക് മരുന്ന് കിട്ടുന്നുണ്ട്, ഭക്ഷണം കിട്ടുന്നുണ്ട്, അത് വീട്ടിൽ വളർത്തുന്ന ജന്തുക്കൾക്കും കൊടുക്കുന്നില്ല ജയശ്രീ? സാറ് പറയുന്നത് ശരിയാണ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മക്കൾക്ക് ഒരു അവധിക്കാലം വരുമ്പോൾ അവരെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കും.
പക്ഷെ നമ്മുടെ അച്ഛനെയും അമ്മേനെയും അതുപോലെ തന്നെ മക്കളെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന പോലെ തന്നെ വിനോദയാത്രയ്ക്ക് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ കൊണ്ടുപോകാറുണ്ടാരെങ്കിലും കൊണ്ടുപോകാറുണ്ടോ? അല്ലേ? അമ്മേ ഞങ്ങളൊന്ന് ഊട്ടിക്ക് പോകാട്ടോ. ആരൊക്കെ? ഞാനും എൻ്റെ മക്കളും. അമ്മ അമ്മ മറ്റേ മോൻ്റെ വീട്ടിലാക്കിയോ തറവാട്ടിലാക്കിയോ എന്നൊക്കെ പറയും. കൊണ്ടുപോകാറില്ല. എത്ര വയ്യാഴിക ഉണ്ടെങ്കിലും അവര് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ മനസ്സിൽ. പക്ഷേ അത് നമുക്ക് സാധ്യമല്ല. കാരണം ഒരാളുടെയും കൂടെ എക്സ്പെൻസ് എടുക്കുക എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം എന്താ, ടൂറിന് പോകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ വാഹനം ശരിക്കും കറക്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയും കറക്റ്റ് ആയിരിക്കും. പിന്നെ 2 റൂം എടുക്കേണ്ടി വരും. ചിലവ് കൂടാ. അമ്മന് ഇഷ്ടമില്ലാണ്ടല്ല, പിന്നെ അമ്മനെ കൊണ്ടുപോകുമ്പോൾ ഓൾഡ് ജനറേഷൻ ആണല്ലോ, പല കാര്യങ്ങളും തണുപ്പ് അത് പിടിക്കും, പല പ്രശ്നങ്ങളും ഉണ്ട്. അല്ല, ഈവൻ ഇപ്പൊ നമ്മള് ട്രിപ്പ് പോകണമെങ്കിൽ തന്നെ അത് ചിലപ്പോ കടത്തിലായിരിക്കും. കുട്ടികൾ അവരൊന്ന് ഹാപ്പി ആക്കണ്ടേ, അല്ലെങ്കിൽ ചിലപ്പോ അവരുടെ നിർബന്ധപ്രകാരമായിരിക്കും. പൊതുവെ നോർമൽ ലൈഫിൽ എല്ലാവർക്കും സംഭവിക്കുന്ന ഒരു കാര്യം അതാണ്. അതായത് മക്കള് ബഹളം വെക്കും, അവർക്കറിയില്ല അച്ഛൻ്റെ അമ്മയുടെ വരുമാനം എത്രയാണെന്ന്. അപ്പൊ ആ ഒരു വാശിപ്പുറത്ത് ചിലപ്പോ കടം മേടിച്ചിട്ടായിരിക്കാം പോവാ. അപ്പം നോർമലി ചിന്തിക്കുന്നത് ഒരു കുറച്ച് കടം കുറയുമല്ലോ എന്നാണ് ആ ചിന്ത വരുന്നത്. അതായത് പ്രയോറിറ്റി ഇല്ല. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ അച്ഛനമ്മയ്ക്ക് പ്രയോറിറ്റി ഇല്ല. പല എക്സ്ക്യൂസാ പറയണ കണ്ടില്ലേ? എന്താണ് ഞങ്ങള് കടം മേടിച്ചു പോകണം, എക്സ്ക്യൂസസാ. അല്ല ഒറ്റ കാര്യം, നിങ്ങൾക്കും മക്കൾക്കും ടൂർ മേടിക്കാൻ പോകാൻ കടം മേടിക്കാം, അതിൽ അമ്മനെയും പെടുത്തി കൂടെ. അപ്പൊ എന്താ എക്സ്ക്യൂസസാ? ഞങ്ങളോ കടം പോണത്, ഇനി അങ്ങനെ അമ്മനെയും കൂടെ പെടുത്താം. അപ്പൊ പറഞ്ഞു വന്നത് ഇത് തന്നെയാണ്. പണ്ട് ഒരു വീട്ടില് അച്ഛന് ഭക്ഷണം കൊടുത്തത് മോശമായ ഒരു പാത്രത്തിലാണ്. അങ്ങനെ ഈ അച്ഛൻ മരിച്ചപ്പോൾ മകൻ ഈ പാത്രം വൃത്തിയാക്കി കഴുകി വെക്കണം. അപ്പൊ അച്ഛൻ ചോദിക്കുകയാണ്, എടാ മോൻ എന്തിനാണ് ഈ പാത്രം, അപ്പൂപ്പൻ മരിച്ചില്ലേ, ഇനി എന്തിനാ പാത്രം? അല്ല, ഇത് അച്ഛൻ വയസ്സാകുമ്പോൾ അച്ഛനും ഭക്ഷണം കഴിക്കണ്ടേ, അപ്പോൾ അപ്പൂപ്പൻ്റെ പാത്രം അച്ഛനെവിടെയും മാറ്റി വെക്കാണ്. മക്കള് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയല്ലേ. പറഞ്ഞു വന്നത്, നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യം, ഇപ്പം നമുക്ക് ആരോഗ്യമായിട്ട് വരുമാനമുണ്ട്, 60 വയസ്സ് 65 വയസ്സ് കഴിയുമ്പോൾ ആരോഗ്യമില്ല, വരുമാനമില്ല, അസുഖത്തിന് കുറവില്ല. അപ്പം നമുക്ക് എന്ത് വേണം? ഇപ്പം നമ്മൾ മാക്സിമം സമയം ഉപയോഗിച്ചിട്ട് വേസ്റ്റാക്കി കളയാതെ, ഇപ്പം ആരോഗ്യമുണ്ട്, സമ്പത്ത് കാലമല്ലേ, ആരോഗ്യമുള്ള സമയത്ത് നമ്മൾ മാക്സിമം ഏൺ ചെയ്തിട്ട് ആരോഗ്യമില്ലാത്ത സമയത്തേക്ക് നമ്മൾ മാറ്റി വെക്കേണ്ടതുണ്ട്. അതാണ് പറയണത്, സമയത്തെ സമ്പത്തിനെ നിലനിർത്താനുള്ള കല പഠിക്കുക, അതിനെ സ്വന്തമാക്കുക. യെസ്, സമ്പത്തിനെ നിലനിർത്തണം, സ്വന്തമാക്കണം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യും കൂടെ വേണം. ഇതാണ് ഇപ്പോൾ ഒരു 4ാമത്തെ പോയിന്റ് നമ്മൾ കവർ ചെയ്തത്. 5ാമത്തെ പോയിന്റ് പറയുന്നത് ബുദ്ധിയിലുള്ള നിക്ഷേപമാണ് ഏറ്റവും വലിയ നിക്ഷേപം. പൈസ ഉണ്ടാക്കേണ്ടത്. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു? ഈ ബുദ്ധിയിലെ നിക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധി ഉപയോഗിക്കണമെന്നാണോ ബുദ്ധിയിലെ നിക്ഷേപം എന്ന് പറയുമ്പോൾ ആ ബുദ്ധിയിൽ നമ്മൾ നിക്ഷേപിക്കുന്ന അറിവ് കൂട്ടുക എന്നുള്ളതാണല്ലോ. അപ്പം വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണമെന്നാണോ സാർ ഉദ്ദേശിക്കുന്നത്? അല്ല, വിദ്യാഭ്യാസമല്ല. ഈ വിദ്യാഭ്യാസം എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരം എന്നറിയോ, പൈസ ഉണ്ടാക്കാൻ കുറെ പഠിച്ചാൽ മതി. പഠനം സ്കൂളിലോ കോളേജിലോ അല്ല. ഓക്കെ, കഴിഞ്ഞ ദിവസം എന്നോട് ആരോ പറഞ്ഞു, ഞാൻ തെറ്റിദ്ധരിച്ചിട്ടാണ് പറഞ്ഞത്, പുള്ളിക്കാരത്തി ഡിഗ്രി ആയിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞാൻ പരിചയപ്പെടുത്തിയ പുള്ളിക്കാരത്തി പ്രീ ഡിഗ്രിയാന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡിഗ്രി അറിയോ? ഞാൻ പറഞ്ഞു, ഡിഗ്രി എന്ന് വെച്ചാൽ 3 വർഷം മെമ്മറി ടെസ്റ്റ് നടത്തി. 3 വർഷം കൂടി ഞാൻ കൂടുതൽ മെമ്മറി ടെസ്റ്റ് നടത്തിയ ആളാണ്, അല്ലാണ്ട് അതിലൊന്നും നേടിയിട്ടില്ല. അതായത് ഡിഗ്രി വരെ പഠിക്കാന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര സംഭവം എന്നുള്ളതല്ല. 3 കൊല്ലം കൂടെ ഞാൻ മെമ്മറി ടെസ്റ്റ് നടത്തിയിൽ പാസ്സായ ആളാണ്, അത്രയേ ഉള്ളൂ. അതേസമയം ഈ ബുദ്ധിയിൽ നിക്ഷേപിക്കാന്ന് വെച്ചാൽ എന്താണെന്ന് മനസ്സിലായോ? യെസ്, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസമല്ല, അതായത് അവിടെ നമുക്ക് എന്താണോ ഏണിങ്സ് കൂട്ടാൻ സാധിക്കുന്നത് അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് സാറ് പറഞ്ഞത്. അതെ, അതായത് അവിടെ നേരത്തെ പഠിച്ച 3 കാര്യങ്ങൾ തന്നെയാണ്. പഠിക്കേണ്ടത് എന്താ? എങ്ങനെ കൂടുതൽ പണം ഉണ്ടാക്കാം, പഠിച്ചേ പറ്റൂ. 2, വന്ന പൈസ എങ്ങനെ മാനേജ് ചെയ്യാം, പഠിച്ചേ പറ്റൂ. 3, വന്ന പൈസയെ എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും, ഇതാ പഠിക്കേണ്ടത്. ഇതാണ് ബുദ്ധിയിൽ നിക്ഷേപിക്കാൻ പറയണം. ഓക്കെ, അപ്പോൾ ഈ ബുദ്ധിയിൽ നിക്ഷേപിച്ചുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിൽ അത് എങ്ങനെയാണ് ഇനി എൻ്റെ ഭാവി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ഏത് തരത്തിലാണ് അതിനെക്കുറിച്ച്. കാരണം നമ്മൾ കൂടുതൽ ഡിഗ്രി എടുത്തുകൊണ്ടൊന്നും കൂടുതൽ പണം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലേ. ഇപ്പോൾ അജ്ഫാൻ എന്ന് പറഞ്ഞ ഈ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പില്ലേ, അല്ലേ, കുട്ടിക്കാന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. പുള്ളി പറയണത്, എനിക്ക് 4ാം ക്ലാസ്സിലെ വിദ്യാഭ്യാസമുള്ളൂ, ഇന്ന് 300-ന് മേലെ ബ്രാഞ്ചുകളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ ഇൻകമാണ്, ചെറുതൊന്നുമല്ല. അപ്പം അദ്ദേഹം പറഞ്ഞത്, പണം കൂടുതലുണ്ടാക്കാൻ വിദ്യാഭ്യാസം വേണമെന്നില്ല അല്ലേ. വിദ്യാഭ്യാസം അല്ല വേണ്ടത്, അറിവാണ്. പണം കൂടുതലുണ്ടാക്കാനുള്ള ആ ബുദ്ധിയിലാണ് നമ്മൾ അറിവിനെ നിക്ഷേപിക്കേണ്ടത്.
ഇതാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ച അതിൽ പറയുന്നൊരു കാര്യം. അതായത് പണ്ട് രാജാക്കന്മാരെ കൊട്ടാരത്തിൽ ഉപദേശകന്മാരുണ്ടായ പോലെ പല മിനിസ്റ്റർമാർക്ക് ഇപ്പം എന്തുണ്ട്, ഉപദേശകന്മാർ എല്ലാവർക്കും ഉണ്ട് ഉപദേശകന്മാർ. യുദ്ധം ചെയ്യാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഉപദേശം കേൾക്കാണ്ട് പോയാൽ ആ യുദ്ധത്തിൽ രാജാവ് പരാജയപ്പെടും. ഓക്കെ, അപ്പോൾ ഇവിടെ തൊഴിലാളികൾക്ക് എന്തില്ല, ഉപദേശകന്മാരില്ല. ഇതാർക്കുണ്ട്, ബിസിനസ്സുകാർക്കുണ്ട്. അപ്പോൾ അത് ഓരോ കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കറക്റ്റ് ചെയ്തിട്ട് എന്ത് വേണം, ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് വേണം ഇറങ്ങിത്തിരിക്കാനായിട്ട്. ബുദ്ധിയിൽ ആ ബുദ്ധി ഉപയോഗിച്ച് വേണം പണം ഉണ്ടാക്കാൻ. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ ബുദ്ധി ഉപയോഗിക്കുന്നു, ഉപദേശങ്ങൾ കേൾക്കുന്നു. ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യണം, ഉപദേശം. അതിന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒരു മെൻറ്റർ ഉണ്ടായിരിക്കണം, ഒരു റോൾ മോഡൽ വേണം, ഒരു മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പിനോടൊപ്പം നമ്മൾ യാത്ര ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കൂടുതൽ സമ്പന്നാവാനായിട്ട് സാധിക്കുള്ളൂ. ഇതാണ് ചാണക്യൻ പറഞ്ഞ 5ാമത്തെ പോയിന്റ്. 5 പോയിന്റ് സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുടെ ജീവിതത്തിൽ വെളിച്ചം വീശുന്നൊരു കാര്യമാണ്. കാരണം നോർമലി ഇവിടെ പൊതുവേ നമ്മൾ കാണുന്ന ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ കാണുന്നതെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി എടുക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക, കുറച്ച് ഹാപ്പി ആയിട്ടിരിക്കുക, ബാക്കി കുറേ ടെൻഷൻ കൊണ്ട് നടക്കുക, ഇങ്ങനെയാണ്. പക്ഷേ ഇത് പുതിയൊരു അറിവാണ്. എങ്ങനെ പണം ഉണ്ടാക്കണം, അതിനെ എങ്ങനെ മാനേജ് ചെയ്യണം. പലർക്കും ഇപ്പോഴത്തെ ആളുകൾക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്. ചിലപ്പോൾ അവർ ഏൺ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ മാനേജ് ചെയ്യാൻ അറിയില്ല. പുതിയൊരു അറിവ്, എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ അതെങ്ങനെ മൾട്ടിപ്പിൾ ചെയ്യണം, അതും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ ആ ഒരു 5 സ്റ്റെയർ കേസിൽ നിന്ന് തുടങ്ങിയതാണ് നമ്മൾ. പക്ഷേ അത് ചാണക്യ തന്ത്രത്തിലൂടെയും ആധുനികവും പുരാതനവും എല്ലാം കൂടി കണക്റ്റഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വളരെ വളരെ നല്ലൊരു അറിവ് അല്ലെ. തീർച്ചയായിട്ടും അറിവുകൾ സാറ് പകർന്നു തന്നു. അതുപോലെ തന്നെ ഒരുപാട് വ്യൂവേഴ്സിന് ഒരുപാട് തിരിച്ചറിവുകളാണ്. അറിവുണ്ട്, തിരിച്ചറിവുണ്ട് സാർ. സാർ എപ്പോഴും പറയാറുള്ളൊരു കാര്യം തന്നെയാണ്. ഇപ്പം തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യരുത് എന്നുള്ളതാണ് ഈ തിരിച്ചറിവ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ അറിവ്, ജ്ഞാനം, അതും സാർ പറയാറുണ്ട്. എന്താണ് ചെയ്യരുത്, അതാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. ഇപ്പം നമ്മളിവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയൊക്കെ ആവണം, എന്തൊക്കെ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പം അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച് സാർ. അപ്പോൾ ഇനിയും ഒരുപാട് അറിവുകൾ ഞങ്ങൾ സാറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയും ഒരുപാട് അറിവുകൾ ഞങ്ങൾക്ക് നൽകാൻ സാറിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് താങ്ക് യു സാർ. താങ്ക് യു ഫോർ കമ്മിങ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പം എന്തായാലും പുതിയ 2026 നമ്മളിലേക്ക് വരാൻ വേണ്ടി പോവാം. ആ ഒരു 2026 നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വർഷങ്ങൾ നമ്മുടെ ലൈഫിൽ നിന്ന് കടന്നു പോയിട്ടുണ്ട്. പക്ഷേ ഈ 2026 പ്രത്യേകതയുണ്ട്. ഇത് ദൈവം എനിക്കായിട്ട്, എനിക്ക് ജീവിതത്തിൽ സമ്പന്നനാവാനായിട്ട്, എൻ്റെ ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വർഷമായിട്ട് 2026 നിങ്ങൾക്ക് കാണാൻ പറ്റും. എങ്കിൽ ഈ 2026 നിങ്ങൾക്കുള്ളതാണ്, ജയിക്കാനുള്ളതാണ്. കാരണം പല വർഷങ്ങളും നമ്മുടെ ലൈഫിൽ കടന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ വർഷം അത് ജയിക്കാൻ വേണ്ടി മാത്രമുള്ള വർഷമാണ്. അങ്ങനെ നിങ്ങൾക്ക് 2026 കാണാൻ പറ്റും. Are you ready? Thank you.